15th മെയിനാണ് ഞാൻ ഒഫീഷ്യലായിട്ട് ഒരു ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ കയറി. ഓക്കെ, സോ ജനുവരിയിലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. അതൊക്കെ പാസ്. ഹായ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ ടു ഈച്ച് ആൻഡ് എവരി വൺ. കുറേ നാളെ എല്ലാവരും കണ്ടിട്ട്. സോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ 2023? എനിക്ക് 2023 ഒരു അടിപൊളി വർഷമായിരുന്നു. അതായത് കുറേ നല്ല കാര്യങ്ങളുണ്ട്, കുറേ മോശം ദിവസങ്ങളുണ്ട്, ബട്ട് അങ്ങനെയാണല്ലോ ലൈഫ്. സോ എൻ്റെ 2023 കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ചെറിയ വീഡിയോ ആയിരിക്കും. ഓക്കെ, സോ 2023 സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ എൻ്റെ BEdൻ്റെ 4th സെം അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. ആ സമയത്ത് BEd പഠിച്ച് തീർന്ന എല്ലാവർക്കും അറിയാം, ഈ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഭയങ്കര ഒരു BEdലെ ഹെക്റ്റിക് ആയ ഒരു ടൈമാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്ത് അതൊക്കെ ആകെ സീനായി. സൂപ്പർ ടൈം. അങ്ങനെ ആ തിരക്കൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് അസൈൻമെൻറ്റൊക്കെ തീർത്ത് റെക്കോർഡൊക്കെ തീർത്ത് സബ്മിറ്റ് ചെയ്ത് അങ്ങനെ BEdൽ ചെയ്യേണ്ട പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ 4 ദിവസത്തെ ക്യാമ്പ് ഉണ്ട് സ്കൂളിൽ. മീൻസ് BEd കോളേജിൽ താമസിക്കുന്ന ആ ഒരു 4 days. അത് ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. അതൊന്നും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ആൻഡ് BEdലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രൈസ്ലെസ് മൂമെൻറ്റ്സ് ആണ് അതൊക്കെ. അതിനുശേഷം ഫെബ്രുവരി ഞങ്ങളിങ്ങനെ ലാസ്റ്റത്തെ കുറച്ച് ദിവസങ്ങൾ മാത്രമായിരുന്നു അവിടെ BEd കോളേജിൽ. അതിനുശേഷം മാർച്ചിൽ വന്നപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ക്ലാസ്സൊന്നുമില്ല, ബട്ട് എന്താ പറയുക, ഞാൻ കുറേ സൈക്ലിങ്ങിന് പോയി. BEdലെ ട്രിപ്പ് ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, പോളി സമയം എന്ന് പറഞ്ഞാൽ ദി ബെസ്റ്റ് ടൈം. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഇപ്പോഴും ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ ആ വീഡിയോനെ കുറിച്ചൊക്കെ പറയാം, അത് അന്ന് അങ്ങനെ ഇട്ടത് എത്ര നന്നായി എന്നുള്ളത്. അടിപൊളി ടൈമായിരുന്നു സീരിയസ്ലി. അതൊന്നും ഇനി തിരിച്ചു കിട്ടില്ല എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആരൊക്കെ കോളേജിൽ പഠിക്കുന്നുണ്ടോ, ആരൊക്കെ BEd പഠിക്കുന്നുണ്ടോ, എന്തൊക്കെ അവസരം കിട്ടുന്നുണ്ടോ എല്ലാം ചെയ്യുക. കാരണം പിന്നെ നിങ്ങൾ ആ വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ടൈം ആലോചിക്കുമ്പോൾ നിങ്ങളിങ്ങനെ നൊസ്റ്റു അടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ലൈഫ് എന്താ അടിപൊളിയെന്നും തോന്നും. ആഫ്റ്റർ ദാറ്റ് ആ ഒരു മാർച്ചിൽ ഞങ്ങൾ BEdൻ്റെ ടൂർ പോയതിന് ശേഷം പിന്നെ വന്നതാണ് ഒരു BEdൻ്റെ ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. സോ എനിക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ പെട്ടെന്നാണ് ഫസ്റ്റ് ഇയറിലൊരു കുട്ടി, പാർവതി എന്ന് പറഞ്ഞൊരു കുട്ടിയായിട്ട് മിക്സ്ഡ് ഡബിൾസ് ടീമൊക്കെ ഇട്ട് ഞങ്ങൾ കോളേജിൽ നിന്ന് BEd ടൂർണമെൻറ്റിന് പോയി. ഏകദേശം തൃശ്ശൂർ ഏതോ ഭാഗത്തായിട്ട് ഞാൻ കോളേജിൻ്റെയൊക്കെ പേര് മറന്നു. അവിടെ പോയി 2 ദിവസത്തെ ടൂർണമെൻ്റ് ആയിരുന്നു. ആ ടൂർണമെൻറ്റിൽ പോയി ചാമ്പ്യൻസായി. സംഗീത ടീച്ചറും ഞങ്ങളുടെ പ്രിൻസിപ്പൽ രേണുക മാം, പ്രിയ മാം, ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ രാത്രി വരെയൊക്കെ നിന്ന് സ്റ്റേ ഒക്കെ ചെയ്തിട്ടാണ്, മീൻസ് ലേറ്റായിട്ടാണ് ഞങ്ങൾ തിരിച്ച് ടൂർണമെൻറ്റ് കഴിഞ്ഞിട്ടൊക്കെ അവിടെ നിന്ന് വരിക. അതൊരു വളരെ മെമ്മറബിളായ ടൈമായിരുന്നു. കാരണം ജയിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കോളേജിൽ വന്നപ്പോൾ കിട്ടിയ സ്വീകരണമൊക്കെ ഉണ്ടല്ലോ, അയ്യോ ഭയങ്കര രസമായിരുന്നു. മാലയിടുന്നു, ബഹളവും, എല്ലാ സ്റ്റുഡൻസൊക്കെ പുറത്ത് വന്ന് വൻ സ്വീകരണമൊക്കെ ആയിരുന്നു. അതെൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനെ കിട്ടുന്നത്. സോ ദാറ്റ് വാസ് ബെസ്റ്റ് തിങ്. മാർച്ച് ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു മാസമായിരുന്നു. അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല, എന്നാൽ ഭയങ്കര സെറ്റ് ഓഫ് ഹാപ്പിനെസ് ഒക്കെ ആയിട്ട് പോയൊരു മാസമായിരുന്നു മാർച്ച്. അതിന് ഏപ്രിൽ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ BEd കോളേജ് പഠിക്കുമ്പോൾ തന്നെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു. ഞാൻ ഈ കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിനും മിഥിലേജ് എന്ന് പറഞ്ഞിട്ട്, അവൻ്റെ വീട് തലശ്ശേരിയിലാണ്. അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാനും അനന്തു ആഷ്ലിയും കൂടി പ്ലാൻ ചെയ്തു. അനന്തുവിന് എന്തൊക്കെയോ ആ ടൈമിൽ പ്രോബ്ലം വന്നിട്ട് അവൻ വന്നില്ല. പിന്നെ ഞാൻ ആഷ്ലിയും കൂടി തലശ്ശേരി പോയി. അതൊരു അടിപൊളി ടൈമായിരുന്നു. 2 ദിവസം തലശ്ശേരി നിന്നു. മിഥിലേജ് ഞങ്ങൾക്ക് കുറേ സ്ഥലമൊക്കെ കാണിച്ചു തന്നു. ഭയങ്കര രസമായിരുന്നു. കാരണം അവന് പോലും ആക്ച്വലി കുറേ സ്ഥലങ്ങളൊന്നും അറിയില്ലായിരുന്നു. സ്റ്റിൽ ഞങ്ങളെല്ലാം 3 പേരും കൂടെ ഒരു സ്ഥലമൊക്കെ തപ്പി കണ്ടുപിടിച്ച്, നല്ല ഫുഡ് കിട്ടുമല്ലോ തലശ്ശേരിയിൽ. സോ അതൊക്കെ കഴിച്ച് വളരെ ഹാപ്പിയായി 2 ദിവസം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നതിന് ശേഷം ഒരു നല്ലൊരു ടൈം എന്ന് പറയുന്നത്, വയനാട് ഒരു ബാലമന്ദിരത്തിൽ പോകാനുള്ളൊരു ടൈം, ഒരു ചാൻസ് കിട്ടി. ഓക്കെ, അപ്പം ഞാൻ, അഞ്ജനൻ, ആസിയ, ആഷ്ലിൻ, ഇങ്ങനെ കുറച്ച് സെക്കൻഡ് ഇയേഴ്സിൽ നിന്നും പിന്നെ കുറേ സ്റ്റുഡൻസ്, ഷാരിക ഉണ്ട്, സോറി മറന്നതല്ല, പിന്നെ ഫസ്റ്റ് ഇയറിലെ കുറേ ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജൂനിയേഴ്സിന് ഞങ്ങൾക്ക് ഒരു പരിചയമൊന്നുമില്ല. കാരണം ഞങ്ങൾ കുറേ ടൈം പ്രാക്ടീസിന് സ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വരുമ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. ബട്ട് ഈ ടൂറിന് പോകുമ്പോഴും ഞങ്ങൾക്ക് അവരായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ ഞങ്ങൾ വയനാട് ബാലമന്ദിരത്തിലെത്തി, അവിടുത്തെ കുട്ടികളായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു.
ഭയങ്കര ഒരു എന്താ പറയുക, ഒരു 1-2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ആ പിള്ളേരായിട്ട് ഭയങ്കര അറ്റാച്ച്ഡായി. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു നല്ല അടിപൊളി സെറ്റ് ഓഫ് ഫ്രണ്ട്സിനെ കിട്ടി ഫസ്റ്റ് ഇയേഴ്സിലെ. ഞാൻ ആരും പേരൊന്നും പറയുന്നില്ല, കാരണം നിങ്ങളെല്ലാവരും മുത്തുമണികളാണ്. എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല അടിപൊളി ടൈമായിരുന്നു. എൻ്റെ ആ വയനാട്ടിലെ ആ ഒരു 3 ദിവസം എന്നും എൻ്റെ ഓർമ്മയിലുണ്ടാവും. കാരണം അവിടുത്തെ കുഞ്ഞു പിള്ളേരും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവരുടെ കൂടെ ഫുഡ് കഴിച്ച ടൈമും കളിച്ചും ചിരിച്ചും. അയ്യോ, അങ്ങനെ ഒരു അവസരം തന്ന ഞങ്ങളുടെ പ്രിൻസിപ്പളിനും അതേപോലെ സുനിൽ സാർ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സീരിയസ്ലി അവിടെ നിന്ന് ഞങ്ങൾക്ക് നല്ല ഫസ്റ്റ് ഇയറിൽ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇഷ്ടമാണ്. ഓക്കെ, സോ വയനാട് ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ലൈഫിലെ ഈ കൊല്ലം, പ്രത്യേകിച്ച് 2023 നടന്ന ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ട്വിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ആ സംഭവങ്ങൾ. സോ 15th മെയ്യിനാണ് ഞാൻ ഒഫീഷ്യലായിട്ട് ഒരു ടീച്ചറായിട്ട് ഒരു സ്കൂളിൽ കയറി. ഓക്കെ, സോ ജനുവരിയിലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ, അതൊക്കെ പാസ്സായി, അതൊക്കെ ജനുവരിയിൽ സംഭവിച്ചു കേട്ടോ. അതിനുശേഷം മെയ് 15-ന് ഞാൻ ഒഫീഷ്യലായിട്ട് ടീച്ചറായിട്ട് ക്ലാസ്സിൽ കയറുകയാണ്, മീൻസ് സ്കൂളിൽ പോകണം. അപ്പോൾ ഐ വാസ് സോ ഹാപ്പി, സോ എക്സൈറ്റഡ്, സോ ഗ്രേറ്റ്ഫുൾ ടു ഓൾ മൈ ടീച്ചേഴ്സ്, എൽഡേഴ്സ്, പാരൻസ്, ഇതെല്ലാം അവിടെ ഉണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് കയറി. അവിടെ കയറിയപ്പോൾ ഞാൻ കുറേ ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു, പരിചയപ്പെട്ടു. ആൻഡ് അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഇത് ഇവിടെയാണ്. ഞാൻ എടുത്ത് കാല് വെച്ചിട്ടേ ഉള്ളൂ എൻ്റെ ടീച്ചിങ് കരിയറിലോട്ട്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര അത്ഭുതമായൊരു ടൈമായിരുന്നു. കാരണം ഞാൻ എപ്പോഴും കുട്ടി തന്നെയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഓരോ സെഷൻ, ഈ 15 ദിവസം ടീച്ചർ ട്രെയിനിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്കിങ്ങനെ എൻ്റെ മൈൻഡിൽ ഞാനിങ്ങനെ കുട്ടിയാണ്, ബട്ട് എവിടെ നിന്നൊക്കെ കുറേ ധൈര്യം എടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ജൂണിന് ക്ലാസ് തുടങ്ങി, ജൂൺ 7th ക്ലാസ് തുടങ്ങി. ഓ മൈ ഗോഡ്, ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് പറയട്ടെ. അതായത് സംഗീത് സുരേഷ് എന്ന് പറയുന്ന ഈ പയ്യൻ 7th എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറായി. സോ അതുവരെ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ് ടീച്ചർ ഈസ് എ നോർമൽ ജോബ്, വരിക ക്ലാസ്സിലിരിക്കുക, പോവുക, കുട്ടികളുടെ കാര്യം നോക്കുക, അത്രയ്ക്കേ ഉള്ളൂ എന്നാണ്. ബട്ട് ഓ മൈ ഗോഡ്, ക്ലാസ് ടീച്ചർ ജോലി എന്ന് പറയുന്നത് ഒരു വലിയ ജോലിയല്ല, മീൻസ് ഒരു വലിയ റോളാണ്. നമുക്ക് കുറേ പാരൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും, കുറേ കാര്യങ്ങൾ നോക്കണം. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ് ക്ലാസ് ടീച്ചർ ആവുക എന്നുള്ളത്. ബട്ട് അത് എന്തുകൊണ്ട് ഞാൻ ചെന്ന് കയറിയതും തന്നു. ഞാൻ കയറിയപ്പോൾ തന്നെ ആ ക്ലാസ് കുറച്ച് സീനാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ലവ് ദ സ്റ്റുഡൻസ്. എനിക്ക് 16 കുട്ടികളെ എൻ്റെ ക്ലാസ്സിലുള്ളൂ, 12 ബോയ്സ് ആൻഡ് 4 ഗേൾസ്. അവർ 16 പേരും അടിപൊളിയാണ്, അവർക്ക് അടിപൊളി പിള്ളേരാണ്. ആൻഡ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ 2023 ഇത്രയും രസമാക്കാൻ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ സ്റ്റുഡൻസ് ഒക്കെ തന്നെയാണ്, ആ സ്കൂള്. ആൻഡ് അവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന ഓരോ എക്സ്പീരിയൻസ്. അപ്പം ഞാൻ കയറിയ സമയത്ത് എനിക്കറിയില്ല എല്ലാ കാര്യം ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റേതായ രീതിയിൽ എങ്ങനെ പോകണം എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എന്നെ ഓരോ കാര്യം അവിടെ പറഞ്ഞുതരാൻ എനിക്കൊരു ലീഡിങ് ടീച്ചർ ഉണ്ടായിരുന്നു. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, കാരണം എനിക്ക് അത് താല്പര്യമില്ല, വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അവിടുത്തെ ലീഡിങ് ടീച്ചർ എൻ്റെ മുഖമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കും, സംഗീതം ഓക്കെ ആണോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. അപ്പോൾ അതൊക്കെ ശരിക്കും വലിയൊരു കാര്യമാണ്. ആക്ച്വലി നമ്മളൊന്ന് ഷോക്കാകുമ്പോൾ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിക്കുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ എനി ഹ്യൂമൻ ബീങ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര സമാധാനമാണ്. ആസ് എ ബിഗിനർ ഓൾസോ, ബിഗിനർ എന്നൊന്നും ആവണമെന്നില്ല, എപ്പോഴാണെങ്കിലും. സോ അങ്ങനെ സഹായിക്കുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്കൂളിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇറ്റ്സ് സോ ഡിഫറെൻറ്റ്. നമ്മൾ ട്യൂഷൻ സെൻറ്ററിൽ ട്യൂഷൻ എടുക്കണ പോലെയോ അല്ലെങ്കിൽ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്ന പോലെ അല്ല. നമ്മൾ പാലിക്കേണ്ട കുറേ സിസ്റ്റംസ് ഉണ്ട്, ഒരു പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അറിയാണ്ട് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയിൽ കുറച്ച് മാറ്റം വരും, നമ്മുടെ സ്റ്റാൻഡേർഡ് കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഐ ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഇൻ ദ സ്കൂൾ. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. സോ നമ്മളിത് പോലും അറിയാണ്ട് നമുക്ക് കുറച്ച് ഡെവലപ്മെൻറ്റ്സ് അവിടെ ഇവിടെയൊക്കെ നടക്കും. പിന്നെ പാരൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്. അങ്ങനെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പാരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അയ്യോ, അതൊക്കെ എന്ത് രസമുള്ളൊരു എക്സ്പീരിയൻസ് ആണെന്നറിയാം. ഞാൻ എൻ്റെ പാരൻസിനെ കൊണ്ടുപോയി കുറേ ചീത്ത കേട്ടിട്ടുള്ള ആളാണ്. ഞാൻ ഒരു ലൈഫിൻ്റെ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ വേറെ പാരൻസിൻ്റെ അടുത്ത് അവരുടെ മക്കളെക്കുറിച്ച് പറയേണ്ട ആ ഒരു ലെവലിലോട്ടൊക്കെ എത്തി. സോ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്തൊരു സന്തോഷം തരുന്ന കാര്യമാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്
നടക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ എനിക്കപ്പോൾ മനസ്സിലായി. എൻ്റെ പാരൻസിൻ്റെ, എൻ്റെ അമ്മയും അച്ഛനൊക്കെ അനുഭവിച്ച ആ ഒരു ടെൻഷനൊക്കെ ഞാൻ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന പാരൻസിൽ കാണുന്നു. അതൊക്കെ സോ എന്താ പറയുക, എനിക്കറിയില്ല അതെങ്ങനെ പറയുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് ആയ ഒരു ഫീലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 7th എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ ടീച്ചറായി. ക്ലാസ് ടീച്ചറായതിനു ശേഷം ഫസ്റ്റൊക്കെ എനിക്ക് അവരെ ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഓരോ ദിവസം ഞാനിങ്ങനെ ആലോചിക്കും എങ്ങനെ ഓരോന്ന് ചെയ്യണം. അങ്ങനെ ഐ അണ്ടർസ്റ്റുഡ് വൺ തിങ്, ആ ക്ലാസ്സിലെ സ്റ്റുഡൻസിനൊക്കെ അവരുടേതായ കഴിവുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും. അങ്ങനെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു ചാൻസ് കിട്ടിയതാണ് ഒരു അസംബ്ലി പ്രോഗ്രാം വന്നു. അപ്പോൾ ഈ അസംബ്ലി പ്രോഗ്രാം പിള്ളേർക്ക് സ്വന്തമായി ഒരു കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഒന്ന് അസംബ്ലി ടോപ്പിക്കൊക്കെ ഡിസൈഡ് ചെയ്ത് വിത്ത് എൻ്റെ ലീഡിങ് ടീച്ചറിൻ്റെ നല്ല സഹായത്തോടെ ആ അസംബ്ലി മാമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് പിള്ളേർ സ്റ്റേജിൽ പെർഫോം ചെയ്തു അസംബ്ലിക്ക്. സോ വൈസ് പ്രിൻസിപ്പളിൻ്റെ സൈഡിൽ നിന്ന് നല്ല കമൻസ് കിട്ടിയപ്പോൾ ദ സ്റ്റുഡൻസ് വർ സോ ഹാപ്പി. എനിക്ക് ഉറപ്പാണ് അവരുടെ ലൈഫിൽ അവർ ആ അസംബ്ലി ഒരിക്കലും മറക്കില്ല, ഞാൻ മറക്കില്ല. അവരത് വളരെ നന്നായിട്ട് ചെയ്തു, നല്ല കമൻസ് കിട്ടി, ബാക്കിയുള്ള സ്റ്റുഡൻസൊക്കെ ക്ലാപ്പ് ചെയ്തു. അത് ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. അതിനുശേഷം ഓണത്തിന് പൂക്കളം വന്നു, പൂക്കളം കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇതുവരെ ജയിക്കാത്ത ഒരു ക്ലാസ് ആയിരുന്നു ഈ 7th എന്ന് പറയുന്നത്. ആ ക്ലാസ് പൂക്കളത്തിന് ഫസ്റ്റ് വന്നു. അതിങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ 7th ഗോട്ട് ഫസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറയും. പിള്ളേരുടെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണാൻ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഐ വിൽ ട്രൈ ടു പുട്ട് ഹിയർ. അപ്പോൾ ആ പൂക്കളത്തിന് തലേ ദിവസം എൻ്റെ അമ്മ എന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തോഷത്തോടെ അമ്മ എന്നെ സഹായിച്ചു. ആ അമ്മയുടെ സന്തോഷം ഞാൻ അങ്ങനെ എൻ്റെ ക്ലാസ്സിൽ കൊണ്ട് കൊടുത്തു. ആൻഡ് ദ സ്റ്റുഡൻസ് ഡിഡ് സോ വെൽ. അവരൊരു ഒരുമിച്ച് നിന്ന്, ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ, ബോയ്സ് കുറേ ക്ലാസ് നീറ്റാക്കാനൊക്കെ സഹായിച്ച് അതൊരു ടീം വർക്ക് പോലെ അവർ ചെയ്തപ്പോൾ അവർക്ക് ആ പൂക്കളത്തിന് ഫസ്റ്റും കിട്ടി. ആൻഡ് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവർ ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയി. അവരുടെ പാരൻസ് എനിക്ക് മെസ്സേജ് അയച്ചു, സാർ കൂടെ നിന്നതിനൊക്കെ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടും അവർ ഭയങ്കര സന്തോഷത്തിലാണെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ നടന്നത് ഈ 2023 അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, എവിടെയും പൈസ കൊടുത്ത് വാങ്ങാനോ അല്ലെങ്കിൽ ഓൺലൈനിൽ പോയി വാങ്ങാനൊന്നും പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. എനിക്ക് ഇഷ്ടമുള്ള കാര്യം കൊടുത്തു, സ്റ്റുഡൻസ് തിരിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ 2023 എന്താ പറയുക, പറഞ്ഞില്ലേ, വളരെ ഫണ്ണും ഹാപ്പിനെസ്സും നിറഞ്ഞൊരു ടൈമായിരുന്നു. സ്കൂളിൽ കയറിയിട്ടില്ല. ഇനി സ്കൂളിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇതും ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, അവിടെ എക്സിബിഷൻ നടന്നു. എക്സിബിഷനൊക്കെ ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആവും വീഡിയോ. ബട്ട് ഞാൻ ടോട്ടലി കണ്ടതെന്ന് വെച്ചാൽ ടീച്ചേഴ്സിൻ്റെ ഒരു യൂണിറ്റി. ടീച്ചേഴ്സ് ഭയങ്കര കട്ടയ്ക്ക് നിന്ന് അവരെല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്യും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി പ്രിൻസിപ്പൽ ആൻഡ് വൈസ് പ്രിൻസിപ്പൽ. അവരെ മാറ്റി നിർത്താനേ പറ്റില്ല. അവരെല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും. പിന്നെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഫുൾ ഇങ്ങനെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് ഇങ്ങനെ പോയി ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. എൻ്റെ ലൈഫിൽ കുറേ ചേഞ്ചസ് കൊണ്ടുവന്നു. അതായത് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് സ്കൂളിലെ കുറേ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്നിട്ട് തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത് ഞാനായിരിക്കും. അതൊന്നും ഇനി ശരിയായിട്ടില്ല, ശരിയായിക്കൊണ്ടിരിക്കണം. പിന്നെ ഒരു മെമ്മറബിൾ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ഡേ എന്നൊക്കെ സമയത്ത് പിള്ളേർ നമുക്ക് തരുന്ന ഒരു സ്നേഹം, അതിൽ ലെറ്റർ, അതൊക്കെ ഭയങ്കര ഒരു സംഭവമാണ്. ഞാനിങ്ങനെ എൻ്റെ ഒരു പെട്ടിയിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ ലെറ്റേഴ്സ്. പിന്നെ ഈ ടീച്ചിങ് ജോലി കിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ കൊച്ചിയിലുള്ള ഫ്രണ്ട്സിനൊക്കെ കാണാൻ പോയി, അവർക്ക് ട്രീറ്റൊക്കെ കൊടുത്ത്. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം. കാരണം ഞാൻ ആദ്യമായിട്ട് അധ്വാനിച്ച് അതിന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് ഫ്രണ്ട്സിനൊക്കെ ട്രീറ്റ് കൊടുക്കാൻ പറ്റുക. അപ്പം ഇങ്ങനെയുള്ള കുറേ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ എൻ്റെ പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, അവർക്ക് ആക്ച്വലി സോ പ്രൗഡാണ്. അതായത് ടീച്ചർ എന്നുള്ള നിലയ്ക്ക്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമായ കാര്യം എന്താ അറിയോ, ഞാൻ കഴിഞ്ഞ കൊല്ലം ട്യൂഷൻ എടുത്തപ്പോൾ എനിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ, ശ്രീകുട്ടൻ എന്ന് പറഞ്ഞിട്ട്. അത് ഈ കൊല്ലം ഇപ്പോൾ 4 കുട്ടികളായി. സോ ആ 4 പേര് ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്നു. അവരുടെ എക്സാമിനൊക്കെ റിസൾട്ട് ഉണ്ടാവുന്നു. ഇതെല്ലാം എൻ്റെ കഴിവൊന്നുമല്ല ഞാൻ പറയണത്, അവർ തന്നെയാണ് മാക്സിമം പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനൊന്ന് അവരുടെ കൂടെ ഇരുന്ന ഒരു കുറച്ച് ചില്ലായിട്ടുള്ള ഒരു സാറായിട്ട് നിന്ന് അവരെ കറങ്ങാൻ കൊണ്ടുപോയി, രാവിലെ സൈക്ലിങ്ങിന് കൊണ്ടുപോയി, ഇടയ്ക്ക് ചായയും വടയൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. സോ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഒരു പോസിറ്റിവിറ്റി വരുന്നു, അവരിരുന്ന് പഠിക്കുന്നു, അവർക്ക് മാർക്ക് കിട്ടുന്നു, ആൻഡ് ദേ ഹാപ്പി, ഐ ആം ഹാപ്പി. സോ ഇങ്ങനെയുള്ള കുറേ സ്റ്റുഡൻസിൻ്റെ
അവർ കാരണം ഞാൻ ഹാപ്പിയായ കുറേ മൊമെൻറ്റ്സ്. പിന്നെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, സോ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല. ബട്ട് എൻ്റെ അനിയൻ അവനൊരു കേക്കൊക്കെ വാങ്ങി കട്ടിങ് ഒക്കെ ചെയ്തു. അപ്പം ഞാൻ പോലും അറിയുന്ന എൻ്റെ ട്യൂഷൻ സ്റ്റുഡൻസ് അവർ പൈസയൊക്കെ പിരിച്ച് അവർ കേക്കും മറ്റേ സ്നോ സ്പ്രേ ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് സെലിബ്രേറ്റ് ചെയ്ത് അമ്മയൊക്കെ കട്ട് ചെയ്ത് അവർക്കൊക്കെ കേക്കൊക്കെ ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്തു. ഇതൊക്കെ ഇതിൽ കൂടുതലല്ല ഞാൻ സന്തോഷിക്കേണ്ടത്. കാരണം ഒരു സാറിൻ്റെ ബർത്ത്ഡേ പിള്ളേർ കേക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വരുത്തി. ഐ വാസ് സോ ഹാപ്പി ഫോർ ദാറ്റ്. സോ ഇതൊക്കെ ഒക്ടോബറിൽ നടക്കണം. എൻ്റെ ബർത്ത്ഡേ ഒക്ടോബറിലാണ്. സോ അതൊക്കെ അങ്ങനെ ആ ടൈമിൽ നടന്നുപോയി. പിന്നെ സ്കൂളിൽ ആക്ച്വലി കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ആസ് എ ടീച്ചർ നമുക്ക് പഠിപ്പിക്കൽ മാത്രമല്ല ജോലി, നമുക്ക് കുറേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം. ഞാൻ അതെല്ലാം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊരു 1 മണിക്കൂർ വീഡിയോ മാറും. സോ അങ്ങനെയല്ല, നമുക്ക് ഡിഫറെൻറ്റ് റോൾസ് ഉണ്ട്. ആൻഡ് ഈച്ച് ഡേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. മേ ബി ഇന്ന് നന്നായിരിക്കുന്ന കുട്ടി നാളെ ഒരിത്തിരി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാവും, അത് ഹാൻഡിൽ ചെയ്യുക. പിന്നെ വേറെ പ്രശ്നം വരും. ഇങ്ങനെ അങ്ങനെ ഫുൾ കയറ്റവും ഇറക്കമായിട്ട് നല്ല രസമായിട്ട് പോകും. നമ്മളിങ്ങനെ ചാടി നിൽക്കണം. സോ ഇതൊക്കെയാണ് എൻ്റെ 2023 ക്ലൈമാക്സ് വരെ സംഭവിച്ചത്. അത് കഴിഞ്ഞിട്ട് ഡിസംബർ ആയപ്പോൾ ഒരിത്തിരി ബാഡ് എന്ന് പറയാൻ വന്നാൽ എൻ്റെ അനിയന് ചെറിയൊരു ആക്സിഡൻ്റ് ആയി. ഓക്കെ, ഇപ്പം അത്ര അറിഞ്ഞാൽ മതി, ചെറിയൊരു ആക്സിഡൻ്റ് ആയി. അപ്പോൾ അതിൻ്റെ അത് ഭയങ്കര ഷോക്കെന്നല്ല, ബട്ട് ആക്സിഡൻ്റ് ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഇത്തിരി ഷോക്കാവുമല്ലോ. അങ്ങനെ 2023 ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു, ഞാൻ ആ സ്കൂളിലെ പ്രിൻസിപ്പള് PT സാറൊക്കെ കൂടെ കണ്ണൂർ സ്ക്വാഡ് സിനിമ കാണാൻ പോയി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എൻ്റെ സ്റ്റാഫ് റൂമിലെ 4 ടീച്ചേഴ്സ് ഒരു വൈബാണ്. അതായത് എൻ്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനൊക്കെ അവർ വരും. അതിൽ കളിയാക്കലുണ്ടാവും, സഹായിക്കുന്ന കാര്യങ്ങളുണ്ടാവും. ബട്ട് ഭയങ്കര രസമാണ്. ആ 4 പേരും 4 വൈബിലുള്ള ആൾക്കാരുണ്ട്. ഭയങ്കര ഫണ്ണാണ്. സോ ഒരു ബോറടിയൊന്നുമില്ല. പിന്നെ സ്കൂളിൽ 6, 7, 8, 9 പിള്ളേരെ എല്ലാം ഈ 4 ഗ്രേഡും ഭയങ്കര വ്യത്യാസങ്ങളാണ്. ബട്ട് 9th സ്റ്റുഡൻസ് ആയാലും അവർ ഭയങ്കര ഫണ്ണാണ് അല്ലടാ. അതുപോലെ 8th ആയാലും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള സ്റ്റുഡൻസാണ്. അവർ ഇങ്ങനെ എന്ത് കാര്യത്തിനും സാർ അങ്ങനെ സംഭവിച്ചു, സാർ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് വരും. കുറേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കോൺവെർസേഷൻ ഉണ്ടാവും. ആക്ച്വലി ഐ എം സോ ഹാപ്പി വിത്ത് വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ. എല്ലാ ദിവസവും ഞാൻ ഭയങ്കര ഹാപ്പി, ഭയങ്കര പോസിറ്റീവായിട്ട് പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചില ദിവസങ്ങളിൽ ചില പ്രോബ്ലംസ് ഉണ്ടാവും. ഇപ്പോൾ എന്തെങ്കിലും സ്കൂളിലൊക്കെ തന്നെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. ബട്ട് അത് എങ്ങനെയെങ്കിലുമൊക്കെ അത് മേക്ക് ഓവർ ചെയ്യും. ആരെങ്കിലുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് കുത്തിയിരുന്ന് ആലോചിച്ച് അതിന് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കും. ആൻഡ് അവിടെ നമ്മളെ സഹായിക്കാൻ എല്ലാവരും ഉണ്ടാവും. ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അവിടെ. എല്ലാവരും അല്ല, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ നല്ലൊരു സിസ്റ്റം ഉണ്ട് അവിടെ. ആ ഒരു ടീച്ചേഴ്സാണെങ്കിലും എൻ്റെ ലീഡിങ് ടീച്ചറാണെങ്കിലും എല്ലാ കാര്യവും നേരത്തെ പറഞ്ഞ് എന്നെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ വലിയ പ്രോബ്ലംസ് ടിൽ ദ എൻഡ് ഓഫ് 2023 ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഇനി ഒരുപാട് പോകാൻ കിടക്കുന്നു. ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് മൈ കരിയർ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ 2023 സ്കൂളിലെ വിശേഷങ്ങൾ. പിന്നെ ഇതേപോലെ ഞാൻ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഹീസ് ഫ്രം ഓസ്ട്രേലിയ. അച്യുത് എന്നാണ് ഇവിടെ വിളിക്കുക. ആ ഒരു പേഴ്സണെ ഞാൻ മീറ്റ് ചെയ്തത്. ഓൾവേസ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, യു ഓൺലി നോ ഇംഗ്ലീഷ്. സോ അതൊക്കെ നല്ലൊരു സംഭവമായിരുന്നു. സോ ഇതൊക്കെയാണ് എൻ്റെ 2023 കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര നല്ല വർഷം എന്ന് പറയാൻ റീസൺ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അതിൻ്റെ ഇടയിൽ കുറേ നെഗറ്റീവ് കാര്യങ്ങളുണ്ടാവും. നമുക്ക് പറ്റുന്നത് എടുക്കുക. എന്തായാലും നമ്മുടെ പണി എന്താ, മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സോ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ 2024. എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. സോ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ടീച്ചേഴ്സ്, മെൻറ്റേഴ്സ് എല്ലാവർക്കും സോ മച്ച് താങ്ക് യു. എനിക്കറിയില്ല ആക്ച്വലി റിയലി എന്താ പറയേണ്ടതെന്നുള്ളത്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഞാൻ ഇതുവരെ എത്തി നിൽക്കുന്നതിൽ. ആൻഡ് എനിക്ക് ഒരു കാര്യം കൂടി പറയേണ്ടത്, എൻ്റെ അനിയൻ ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷമുള്ളതാണ്. അതായത് നിങ്ങൾ എവിടെ വണ്ടി എടുത്തിട്ട് പോകണമെങ്കിലും ട്രൈ ടു വെയർ ഹെൽമെറ്റ്. ഓക്കെ, ഹെൽമെറ്റ് ഇട്ടിട്ടേ വണ്ടി ഓടിക്കാവൂ. നമുക്കറിയില്ല നമ്മുടെ ലൈഫിൽ എപ്പോഴാണ് എന്താ സംഭവിക്കുക എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. ഒറ്റ സെക്കൻഡിൽ ലൈഫ് ചേഞ്ച് ആവും. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു ദിവസം എൻഡ് ചെയ്യുമ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റണം. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം മതി നമ്മുടെ ആ സമാധാനം പോയാൽ. ആൻഡ് ആ സമാധാനം പോയാൽ നമുക്കിനിപ്പോൾ എന്തുണ്ടെങ്കിലും
ഒരു സുഖം ഉണ്ടാവില്ല. ആ സമാധാനമാണ് ഏറ്റവും വാല്യുള്ള സംഭവം, അല്ലെങ്കിൽ ഏറ്റവും വിലയുള്ള കാര്യം. അപ്പോൾ ദയവ് ഇത് വണ്ടി എടുത്ത് പുറത്ത് പോകുന്നവർ ചെറിയ ദൂരമാണെങ്കിലും ട്രൈ ടു വെയർ ദ ഹെൽമെറ്റ്. നമുക്കറിയില്ല എന്ത് എപ്പോൾ എവിടെ സംഭവിക്കുന്നുള്ളത്. സോ ടേക്ക് കെയർ, ലവ് യു ഓൾ. വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ടു ഈച്ച് ആൻഡ് എവരി വൺ. ബൈ. അടുത്ത വീഡിയോയിൽ കാണണം.